നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പോർട്സ്മൗത്തിൽ മീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കിട്ടാൻ വേണ്ടി, അതായത് നാട്ടിലത്തെ ഒരു മീന് നമുക്കിവിടെ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ 1-2 കടകളുണ്ട്, എങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നാട്ടിലെ കുറച്ച് മീനൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. ഈ ഗ്രാനറി ലോക്കൽ എന്ന് പറഞ്ഞ സൗത്താംപ്ടണിൽ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. മലയാളി കടയാണ്. പല മലയാളി കടകൾ നമുക്ക് പോർട്സ്മൗത്തിലുണ്ടെങ്കിലും എവിടെയും പച്ചമീൻ കിട്ടുന്ന ഒരു സ്ഥലം, ഒരു കട നമുക്ക് പോർട്സ്മൗത്തിലില്ല. അപ്പം ഇന്ന് ഗ്രാനറി ലോക്കലിൽ നമ്മൾ കുറച്ച് മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. മീനാണ് നമ്മൾ മെയിനായിട്ട് മേടിക്കാൻ വേണ്ടി പോകുന്നതെങ്കിലും അവിടെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയ കടയാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഏകദേശം ഈ കട തുടങ്ങിയിട്ട് 1.5 മാസം അടുത്തായി. ഇവിടെ എനിക്ക് ഇടയ്ക്ക് ഡ്യൂട്ടിയുടെ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് പോകാൻ വേണ്ടി ടൈം കിട്ടിയില്ല. അപ്പം സൗത്താംപ്ടൺ ഗ്രാനറി ലോക്കലിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. സൗത്താംപ്ടണിലെ ഫ്രീമാൻഡിൽ മാൻഷൻ റോഡിലാണ് ഈ കട ഉള്ളത് കേട്ടോ. 2 മാൻഷൻ റോഡാണ് അഡ്രസ്സ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ളൊരു ലുക്ക് വരുന്നത്. അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട് 1-2 വണ്ടിക്ക്. കടയുടെ ഉള്ളിൽ നമ്മൾ കയറി കഴിയുമ്പം തന്നെ ഇത് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നാട്ടിലെ എല്ലാ പച്ചക്കറികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ കോവയ്ക്ക അങ്ങനെയുള്ള നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും തന്നെ ഇവർ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ്, ആപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസ്, ഏത്തപ്പഴവ്, ചെറുപഴം, പിന്നെ ചക്കപ്പഴം കേട്ടോ. അത് ചക്കപ്പഴം, വഴുതനങ്ങ, മാങ്ങ, ക്യാബേജ്, വെള്ളരിക്ക, പച്ചപ്പയർ, പച്ചമുളക്, ചക്കക്കുരു, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചക്കായ, തക്കാളി, കപ്പ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, പാവയ്ക്ക, എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. തേങ്ങയുണ്ട്, പിന്നെ സവോള, ചെറിയുള്ളി അങ്ങനെയുള്ള ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. മീനിന് വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ആക്കിയിട്ടുണ്ട്. ഇറച്ചിക്കും മീനിനും വേണ്ടി തന്നെ. അതുപോലെ തന്നെ മീൻ ഇത് കണ്ട് ഇത്രയും നാട്ടിലെ മീൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം എല്ലാ ഐറ്റവും ഉണ്ട്. ഞങ്ങൾ മേടിച്ചത് കുറച്ച് കിങ് ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് നത്തോലി അങ്ങനെയുള്ള ഐറ്റംസ്. അതിൻ്റെ വിലവിവരപ്പട്ടികളൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം റേറ്റൊക്കെ നമുക്ക് താങ്ങാവുന്ന റേറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ ഇത്രയും തൊട്ടടുത്ത് ഇത് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഇതുപോലൊക്കെ ഉള്ള സാധാരണ നമ്മുടെ ഇവിടെയുള്ള മലയാളി കടകളിലെ പോലെ തന്നെയുള്ള എല്ലാ ഐറ്റംസും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. പിന്നെ മുട്ടയുണ്ട്. ഈ സൈഡിലാണെങ്കിൽ പിന്നെ ബീഫ്, പിന്നെ മട്ടണ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി. ബാക്കി ഉള്ള സാധനങ്ങളെല്ലാം സാധാരണ നമുക്ക് ഇവിടെയുള്ള എല്ലാ സ്റ്റോറുകളിലും കിട്ടുന്ന പോലെ തന്നെയാണ്. ഫ്രോസണിൻ്റെ സെക്ഷന് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് തന്നെ വെച്ചേക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും നമുക്ക് മറ്റ് കടകളിൽ നിന്ന് തോന്നുന്നില്ല. സാധാരണ കടയേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു കടയായിട്ട് എനിക്കിത് തോന്നി. അതുപോലെ തന്നെ അച്ചാർ ഐറ്റംസ് എല്ലാം നമുക്ക് ഈ കടയിൽ പോയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്നതാണ്. വലിയ കട കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ ഐറ്റംസും തന്നെയുണ്ട്. പ്ലസ് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്, നമുക്ക് പച്ചമീൻ കിട്ടും. നെയ്മീൻ, ചൂര, കലാഞ്ചി, നാട്ടിലെ അയല, പിന്നെ തെരണ്ടിയ, ഞണ്ട് അങ്ങനെ വേണ്ട എല്ലാ ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട മീനുകളെല്ലാം അവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സൗത്താംപ്ടണിൽ നമുക്ക് ഇവിടുന്ന് കുറച്ചൊരു ദൂരക്കൂടുതലുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ലണ്ടനിലൊക്കെയാണ് സാധാരണ നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോകണമെങ്കിൽ പോയി മേടിക്കുന്നത്. ഇവിടെ നമ്മുടെ പോർട്സ്മൗത്തിന് തൊട്ടടുത്ത് മീൻ കിട്ടുന്ന, ഞാൻ മീൻ പോയി മേടിച്ചിട്ടുള്ളത് റെഡിങ്ങിൽ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ. റെഡിങ്ങിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം സാധനങ്ങൾ മുഴുവൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പ്ലസ് നമുക്കവിടെ ബീഫുണ്ട്, മട്ടനുണ്ട്, ബോട്ടിയുണ്ട്. ബോട്ടിയുടെ അത് പിന്നെ ഫ്രോസൺ പാക്കറ്റാണ്. ഇപ്പോൾ ഇവിടെയുള്ള കടകളിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചു. അപ്പം ബോട്ടിയും ഒരിതെടുത്തു. കുരുമുളകൊക്കെ ഇട്ടൊന്ന് പുറത്ത് 2 അടിക്കണമെങ്കിൽ ബോട്ടി ഫ്രൈ നല്ല സൂപ്പറല്ലേ. ഇപ്പോൾ ഗ്രാനറി ലോക്കലിൽ പോയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഈ കടയുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.